ആഘോഷവും നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാലമാണ് നവരാത്രി കാലം. കുഞ്ഞുങ്ങളുടെ കൈവിരലുകളിൽ അക്ഷരങ്ങളുടെ ആദ്യ സ്പർശമേൽക്കുന്ന മനോഹരമായ നിമിഷങ്ങൾ. അറിവിന്റെ കൈത്തിരി പകരുന്ന ഒരുപാട് സരസ്വതി ക്ഷേത്രങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ. കൊല്ലം ജില്ലയിലെ ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന പനച്ചിക്കാവ് ക്ഷേത്രം, പറവൂർ ശ്രീ മൂകാംബിക ക്ഷേത്രം, അതുപോലെ തന്നെ അതിപ്രശസ്തമായ ആവണങ്കോട് സ്വയംഭൂ സരസ്വതി ക്ഷേത്രം. ഡിവൈൻ ട്രെയിൽസിൽ ഇന്ന് ആവണങ്കോട് സരസ്വതി ക്ഷേത്രമാണ്. എറണാകുളം ജില്ലയിലെ ആവണങ്കോട് എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്ത് റെയിൽവേ ലൈനിന് സമീപം. പരശുരാമൻ സ്ഥാപിച്ച 108 ദുർഗാലയങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. അതുപോലെ തന്നെ അറിവിന്റെ സർവജ്ഞ പീഠം കയറിയ ആദിശങ്കരൻ എഴുത്തിനിരുന്നതും ഇവിടെയാണ്. വിദ്യാരംഭവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രത്യേക ചടങ്ങുകളുണ്ട് ഈ ക്ഷേത്രത്തിന്. ഇവിടെ സ്വർണ്ണ നാരായത്താലാണ് കുട്ടികളുടെ നാവിൽ ഹരിശ്രീ കുറിക്കുന്നത്. ഓരോ കുട്ടിക്കും പ്രത്യേക തട്ടം ഉണ്ടാവും. ഈ തട്ടത്തില് നിറയെ അരി വിതറിയിരിക്കും. എഴുത്തിനിരുത്തി കഴിഞ്ഞാൽ പിന്നീട് ആ അരി കുട്ടികൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. പിന്നീട് ഒരു തവണ കൂടി വീട്ടിൽ നിന്ന് എഴുതിക്കുന്നു. വിദ്യാരംഭം വീട്ടിൽ നടത്തുന്ന ചുമതല പിന്നീട് മാതാപിതാക്കൾക്കുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നല്ല മധുരം ചേർത്ത് ആ അരി പായസാക്കുന്നു. അക്ഷരങ്ങൾ ജീവിതത്തിന്റെ മധുരമായി മാറാനുള്ളതാണെന്നാണ് ഇതിന്റെ സങ്കല്പം. മറ്റ് എല്ലാ ക്ഷേത്രങ്ങളിലും വിദ്യാരംഭത്തിന് പഞ്ചാംഗ ശുദ്ധിയുള്ള സമയക്ലിപ്തത നിഷ്കർഷമാണ്. അതായത് തിഥി, വാരം, നക്ഷത്രം, യോഗം, കരണം എന്നിവയാണ് 5 അംഗ കാലങ്ങൾ. പക്ഷെ എല്ലാ ദിവസവും ആവണങ്ങോട്ട് ഹരിശ്രീ കുറിക്കാമെന്ന് തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ യശസ് വർദ്ധിപ്പിക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്ക് പകരം ദേവി ചൈതന്യം നിലകൊള്ളുന്ന സ്വയംഭൂ ശിലയാണുള്ളത്. എല്ലാ ക്ഷേത്രങ്ങളിലെ പോലെ ഈ ക്ഷേത്രത്തിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. അത് പരശുരാമനുമായി ബന്ധപ്പെട്ടതാണ്. പണ്ട് പരശുരാമൻ ദേശസഞ്ചാരത്തിനിടയിൽ ആവണങ്കോട് ഗ്രാമത്തിലെത്തിയത്രേ. അത് മിഥുന മാസത്തിലെ പൂയനാളിലായിരുന്നു. അദ്ദേഹമാണ് ഇവിടെ ദേവി ചൈതന്യമുണ്ടെന്ന് മനസ്സിലാക്കിയത്. തുടർന്ന് അതുമായി ബന്ധപ്പെട്ട പൂജകളും നടത്തി. അങ്ങനെയാണ് ഇവിടെ ഒരു ക്ഷേത്രം വരുന്നത്. ഇന്നും മിഥുന മാസത്തിലെ പൂയനാളിലാണ് ഇവിടെ പ്രതിഷ്ഠാ ദിനം. അറിവിന്റെ സർവജ്ഞ പീഠം കീഴടക്കിയ ആദിശങ്കരന്റെ അറിവിന്റെ ആദ്യ അക്ഷരം കുറിച്ചത് ഇവിടെയാണ്. കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ നഷ്ടപ്പെട്ട ശങ്കരന് തൻ്റെ വിദ്യാരംഭവും ഒരു പ്രശ്നമായിരുന്നു. മനയ്ക്കലെ പാരമ്പര്യ രീതിയിലുള്ള ചടങ്ങുകൾക്ക് ശേഷം അമ്മ കുഞ്ഞു ശങ്കരന്റെ കൈയും പിടിച്ച് കാലടിയിൽ നിന്നും ഒരു വിളിപ്പാടകലെയുള്ള ആവണങ്കോടെത്തി. അങ്ങനെ ആദിശങ്കരൻ ഹരിശ്രീ കുറിച്ച പുണ്യഭൂമിയാണ് ആവണങ്കോട് സരസ്വതി ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ എന്ന് പറയുന്നത് മിഥുന മാസത്തിലെ പൂയം നാളിൽ നടക്കുന്ന പ്രതിഷ്ഠാ ദിനമാണ്. പിന്നെ നവരാത്രി, അതുപോലെ വൃശ്ചിക മാസത്തിലെ കാർത്തിക, മകരമാസത്തിലെ വസന്ത പഞ്ചമി, മീനമാസത്തിലെ പൂരം എന്നിവയാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ എന്ന് പറയുന്നത് നമസ്കാര മണ്ഡപത്തിന് താഴെ ദക്ഷിണാമൂർത്തി, പിന്നെ അയ്യപ്പൻ, ഗണപതി, സിംഹം അതായത് ദേവിയുടെ വാഹനം, ഇവ ദേവിക്ക് അഭിമുഖമായാണ് ഇരിക്കുന്നത്. തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന രാമഞ്ചിറ ക്ഷേത്രത്തിൽ ശ്രീധർമ്മശാസ്താവും ശ്രീ ഭദ്രകാളിയുമാണ്. അവിടുത്തെ ആണ്ടിവിശേഷം എന്ന് പറയുന്നത് താലപ്പൊലി, നവകാഭിഷേകം, അതുപോലെ തന്നെ മുടിയേറ്റ് എന്ന അനുഷ്ഠാന കലയുമാണ്. ഇവിടെ 3 ഭാവത്തിലാണ് ദേവി ഇരിക്കുന്നത്. ബ്രാഹ്മമുഹൂർത്തത്തിൽ അതായത് സരസ്വതി യാമത്തിൽ സരസ്വതി രൂപത്തിലും, പിന്നീട് ലളിതാ സ്വരൂപിണി ഭാവത്തിലും, മധ്യാഹ്നത്തിൽ ദുർഗാ സങ്കല്പത്തിലുമാണ്. എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷ മന്ത്രങ്ങൾ? വിശേഷ മന്ത്രങ്ങളിലുപരി ഇത് ഒരാളെ പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രമല്ല. ഈ സ്വയംഭൂ എന്ന് പറയും തന്ത്രത്തിൽ പറയുമ്പോൾ സ്വയം ആവിർഭവിച്ചത് ഇവിടുത്തെ ചൈതന്യത്തെ കണ്ടെത്തി വരുന്നു. മറ്റൊരു തന്ത്രി ഇന്നൊരു ഭാവത്തിലുള്ള ഒരു ദേവതയെ പ്രതിഷ്ഠിക്കുകയാണ്. ഇത് സ്വയം ആവിർഭവിച്ചാണ്. അത് ഇപ്പോഴത്തെ നമ്മുടെ ഒരു അറിവുള്ളവർ പറഞ്ഞപ്പോൾ ശങ്കരാചാര്യർക്ക് പോലും അറിവ് കൊടുത്ത ഒരു ക്ഷേത്രമാണ്, ദേവിയാണ്. അതുപോലെ തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് അല്ലേ?
ധ്വജപ്രതിഷ്ഠയുടെ സാധ്യതയുണ്ടോ ഇവിടെ? അങ്ങനെ ഒരു പ്രതിഷ്ഠ അതിന് വ്യക്തമായിട്ട് ഇപ്പൊ എല്ലാ ക്ഷേത്രവും ദ്വൈപ്രതിഷ്ഠ ആവശ്യമില്ല. ആവശ്യമില്ല. ഇവിടെ പോരാത്തിന് സ്വയംഭൂവായിട്ടുള്ള ദേവതയായതുകൊണ്ട് അതിന്റെ ആവശ്യം ദേവിയുടെ ഹിതം അറിയാണ്ട് നമ്മൾ അതിലേക്ക് പിന്നെ പണ്ട കാലത്ത് ഈ ദ്വൈപ്രതിഷ്ഠ എന്നുള്ള കാര്യം എല്ലായിടത്തും അങ്ങനെ സാമ്പത്തികമായിട്ട് ഉണ്ടായിട്ടില്ല. അപ്പോഴത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി കൊടിയേറ്റി അതാണ് ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളുടെ പ്രധാനം. ഉത്സവം അല്ലെങ്കിൽ പൂരം പറഞ്ഞാൽ അതൊരു തന്ത്രിയോ മേശാന്തിയോ അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥനോ മാത്രമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല പണ്ടും. അതിനു വേണ്ടി ഒരുക്കങ്ങൾ കൂട്ടുന്ന സമൂഹത്തിലെ എല്ലാ തട്ടിലുമുള്ള അതിന് സാധന സാമഗ്രികൾ ഒരുക്കണം എല്ലാവരും. താഴെ തൊട്ട് മേലെ തൊട്ടെന്നുള്ള വേർതിരിവല്ല, എല്ലാവരും അടിമുടി എന്ന് പറഞ്ഞ മാതിരി താഴെ തൊട്ട് മുകളിൽ വരെ. ഈ മുകളിലേക്ക് മാത്രം ഈ താഴെയുള്ള കാര്യങ്ങൾ ഭംഗിയായാലും മുകളിലത്തെ കാര്യങ്ങൾ ഭംഗിയാവും. ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ആണെങ്കിൽ അടിത്തറ ഭംഗിയായാലാണ് എൻ്റെ എന്ത് മേളിലേക്കും ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞ മാതിരി. അപ്പം എല്ലാവിധ ആൾക്കാരുടെയും ഒരു ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ഒരു ഒത്തുചേരലാണ് ഈ പൂരം നവരാത്രി എന്നൊക്കെ പറയണം. ഒരു വർഷം കൂടുമ്പോഴും എനിക്ക് തോന്നുന്നു ഭക്തജനങ്ങൾ ഇങ്ങനെ കൂടി വരികയാണ്. എന്താ വെച്ചാൽ എല്ലാവർക്കും സാമ്പത്തിക കാര്യങ്ങളും പക്ഷെ സംഘർഷങ്ങൾ കൂടുകയാണ്. ഇതിന് ഒരേ ഒരു ആശ്രയിച്ച ഭക്തി മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മളില്ലേ ഇപ്പൊ നമ്മുടെ മുൻ കളക്ടർ പറഞ്ഞു ഒരു കൈവിളക്കും ഉണ്ട്, ഒരു വടിയുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കാറ്റ് വന്നാൽ വിളക്ക് കെടും. എന്നാൽ ആ ഊന്നുവടി എന്നുള്ളത് നമുക്ക് നടന്നു പോകാനുള്ള ഒരു ഊർജ്ജമാണ്. അപ്പോൾ നമ്മുടെ അറിവ് പോലും ചിലപ്പോൾ ഒരു ബുദ്ധിയുടെ കൊണ്ടും അല്ലെങ്കിൽ പ്രായത്തിന് കൊണ്ടും അതുപോലെ നഷ്ടപ്പെടാം. പക്ഷെ ആ വിശ്വാസം അല്ലെങ്കിൽ ആ അനുഗ്രഹം എന്നുള്ളത് നമുക്ക് എന്നും കൂടെ ഉണ്ടാവും. സർ, ഒരു ക്ഷേത്രം വളരുമ്പോൾ ഒരു നാടാണ് വളരുന്നത്. എന്താണ് എങ്ങനെയാണ് നോക്കി കാണുന്നത് ഈ ക്ഷേത്രത്തിന്? ആവണങ്കോട് സരസ്വതി ക്ഷേത്രം അല്ലെങ്കിൽ സ്വയംഭൂ ക്ഷേത്രം എന്ന് പറയുന്നതിൻ്റെ വിശദമായ വിവരങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും അതിപുരാതനമായ ഈ ക്ഷേത്രം നിലനിന്നു വന്നിട്ടുള്ള അതിൻ്റെ സംസ്കാരമാണ്. നമ്മളുടെ ആധ്യാത്മിക ഭൂമിയായിട്ടുള്ള ഭാരതം, കേരളത്തിലെ കാലടിക്ക് ഉള്ള പ്രാധാന്യം വളരെ പ്രസക്തമാണ്. ആദിശങ്കരനായിട്ടുള്ള നമ്മളുടെയൊക്കെ ആധ്യാത്മിക മൂർത്തിഭാവമായിട്ടുള്ള അല്ലെങ്കിൽ ഗുരുപരമ്പരയുടെ ഏറ്റവും ഉദാത്തമായ ഒരു സൃഷ്ടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അറിവ് പകർന്ന സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ മഹാക്ഷേത്രം. അപ്പോൾ ഒരു നാടിനെ ഒരു സാംസ്കാരിക ഏകതയിലേക്ക് എത്തിക്കുവാനുള്ള ഒരു കർമ്മഭൂമിയാണ് ക്ഷേത്രമായിട്ട് നമ്മൾ വരേണ്ടത്. അപ്പോൾ ക്ഷേത്രങ്ങളുടെ സംസ്കാരം അല്ലെങ്കിൽ ഇപ്പോൾ നവരാത്രി ആഘോഷിക്കുന്നു. നവരാത്രി എന്താണ്? അന്ധകാരത്തിൻ്റെ 9 ദിവസങ്ങൾ അത് മാറി വെളിച്ചത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അഗ്നിയുടെ ജ്വലിപ്പിക്കുന്ന ഏറ്റവും നല്ല ദേവതാ സമ്പ്രദായമാണ്. അപ്പോൾ ഈ സമ്പ്രദായത്തിനെ ഏറ്റവും കൂടുതൽ ഈ മനുഷ്യകുലത്തിന് അറിവ് കിട്ടേണ്ട സങ്കേതങ്ങളാണ് ക്ഷേത്രങ്ങൾ. അതിപുരാതനമായ ഒരു സങ്കല്പം കൂടി അതിനകത്തുണ്ട്. നമ്മൾ ജ്ഞാനം കൊണ്ടാണ് സമൂഹത്തെയും ലോകത്തേക്ക് കീഴടക്കുന്നത്. അപ്പം ജ്ഞാനം ലഭിക്കുന്നതിൻ്റെ ഒരു ആചാരമുണ്ട്. ആചാരം കൃത്യമായിട്ടും വരുന്നത് തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ നിന്നാണ്. അതിൻ്റെ മന്ത്രശബ്ദങ്ങളും അതിൻ്റെ ആചാരങ്ങളുമൊക്കെ നമ്മളുടെ മനസ്സിനകത്ത് ഒരു ജ്വലനമുണ്ട്. ആ ജ്വലനമാണ് അല്ലെങ്കിൽ അറിവിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അറിവാണ് ഏറ്റവും പ്രധാനം. അതിനപ്പുറത്തൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തികവുമായും എന്തുമായിക്കോട്ടെ അറിവിൽ നിന്നാണ് എല്ലാം. അതാണ് നമ്മൾക്ക് പകർന്നു തരുന്ന ഒരു കേന്ദ്രം കൂടിയാണ്, ഒരു സാംസ്കാരിക തലം കൂടിയാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ. ഈ അതിപുരാതനമായ ശ്രീ ശങ്കരാചാര്യരുടെ എഴുത്തിനിരുത്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ലോകത്തിന് തന്നെ പകർന്നു കൊടുത്ത അദ്ദേഹത്തിൻ്റെ വേദജ്ഞാനവും ക്രിയാജ്ഞാനവും ഒക്കെ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ നിന്നാണ്. അത് ഈ ആവണങ്കോട് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പരിഭാവനമായ ഈ സന്നിധിയിൽ വെച്ചിട്ടാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് നവരാത്രിക്കും അതിൻ്റെ പ്രത്യേകതയുണ്ട്. സരസ്വതി എന്ന് പറയുന്ന സരസമായ സ്വരത്തോടു കൂടിയ ഒരു ദേവതാ സങ്കല്പമാണ്. അത് ബ്രഹ്മമാണ്, അത് ഊർജമാണ്. ആ ഊർജപ്രവാഹം നമുക്കെല്ലാവർക്കും ഇന്നത്തെ ദിവസം വളരെ ഭംഗിയായിട്ട് തന്നെ അത് ഏറ്റെടുക്കുവാനും അതോടൊപ്പം അതിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ വരുവാനും ഈ നവരാത്രിയുടെ അല്ലെങ്കിൽ വിജയദശമിയുടെ ഈ ദിവസം നമുക്ക്
പ്രചോദനമാകും. ഒട്ടും സംശയം. ഓരോ യാത്രയും ആത്മാനുഭവമായി മാറുമ്പോൾ അത് ആചാരത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും വഴികൾ തുറക്കുന്നു. അജ്ഞാനത്തിൻ്റെ ഇരുട്ടിനെ അകറ്റി അറിവിൻ്റെ പ്രകാശം പ്രദാനം ചെയ്യുക എന്നതാണ് നവരാത്രി ആഘോഷങ്ങൾ നൽകുന്ന സന്ദേശം. ആ സന്ദേശം തീർത്തും അർത്ഥവത്താക്കുന്ന യാത്രയായിരുന്നു ആവണങ്കോട് സരസ്വതി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ഹൃദയത്തിൽ പതിയുന്ന ഓർമ്മയായി അതങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കും.